സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം ഒരു ചിത്രം കാണാം. വോട്ട് മോഷണം ആരോപണത്തെ തുടർന്നുള്ള ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ചിനിടെ തളർന്നു വീണ തൃണമൂൽ കോൺഗ്രസ് എംപിയായ മിഥാലി ബാഗിനെ താങ്ങിപ്പിടിച്ച് വാഹനത്തിലേക്ക് മാറ്റുന്ന രാഹുൽ ഗാന്ധിയും ജോൺ ബ്രിട്ടാസ് എംപിയും. മറ്റൊരു ചിത്രം നോക്കൂ. സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് പോലീസ് ബാരിക്കേഡ് ചാടിക്കടക്കുന്ന ചിത്രമാണത്. വളരെ പ്രതീകാത്മകമായ ഒരു ചിത്രമാണ് ഇതെന്ന് തോന്നി. അതായത് എന്ത് പ്രതിബന്ധം മുന്നിൽ വന്നാലും ഇന്ത്യ സഖ്യം അത് മറികടക്കും എന്ന സന്ദേശം നൽകുന്ന ചിത്രമാണ്. അടുത്ത ചിത്രം നോക്കൂ. അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റുന്നതിനിടെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ചിത്രം. ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രതിപക്ഷ നിര ഒന്നാകെ സമരത്തീയായി മാറിയ ദിവസത്തെ ചിത്രങ്ങളാണ് ഇതൊക്കെ. ഈ ചിത്രങ്ങളെല്ലാം ജനാധിപത്യ വിശ്വാസികൾക്ക് ആവേശം പകരുന്നതാണ്. ഈ സമരത്തോടെ രാഹുൽ ഗാന്ധി BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും മുന്നോട്ട് വെച്ച വോട്ട് മോഷണം ആരോപണം ഇന്ത്യ സഖ്യമാകെ ഏറ്റെടുക്കുന്ന ആവേശ കാഴ്ചയാണ് ദില്ലി കണ്ടത്. क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. इसीलिए हमें साफ प्योर वोटर लिस्ट. രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നടത്തിയ വലിയൊരു സമരം, അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രതിപക്ഷം വലിയ പോരാട്ട വീര്യത്തിലേക്ക് മടങ്ങിയെത്തുന്ന സമരത്തെ അങ്ങനെ അങ്ങ് അവഗണിക്കാൻ ഇനിയും BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കഴിയില്ല. അവർക്ക് വിറയിൽ തുടങ്ങിയിട്ടുണ്ടാകാം. അണിയറയിൽ പുതിയ നുണക്കഥകൾ രൂപപ്പെട്ടിട്ടുമുണ്ടാകാം. രാഹുൽ തെളിവ് സഹിതം തുറന്നുവിട്ട ആരോപണം അത്രത്തോളം വലുതാണ്. എത്ര നുണകൾ കൊണ്ട് പ്രതിരോധിച്ചാലും തിളങ്ങി നിൽക്കുന്ന സത്യം അതിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന വലിയ ചോദ്യങ്ങൾ അതിലുണ്ട്. സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും സൃഷ്ടിപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. രാജ്യം ഒന്നാകെ തെരുവിലിറങ്ങേണ്ട ഗൗരവതരമായ വിഷയമാണ് ഇതെന്ന് ഉറപ്പാണ്. അതിനോട് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പ്രതികരിക്കേണ്ടതുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ആരോപിക്കപ്പെടുമ്പോൾ അതിൽ കൃത്യത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. അല്ലാതെ തൊടുന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. ആരോപണം ഉന്നയിച്ചവർ തന്നെ പരിശോധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും തെളിവ് ഹാജരാക്കണമെന്നുമുള്ള പ്രസ്താവനകൾ ജനം തന്നെ പുച്ഛിച്ചു തള്ളും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഓരോ ദിവസവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. രാഹുൽ പറഞ്ഞ ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുരയിൽ മാത്രമല്ല ഈ ക്രമക്കേട് നടന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ബീഹാറിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? CPM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ദീർഘലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് സ്ഥലത്ത് താമസക്കാരൻ ആണെന്ന് തെളിയിക്കുന്നതിന് വിലാസത്തോടു കൂടിയ ഒരു പോസ്റ്റൽ കത്ത് ഹാജരാക്കിയാൽ മതിയാവുമായിരുന്നു. ഇപ്പോൾ ബീഹാറിൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ആധാറോ ലൈസൻസോ റേഷൻ കാർഡോ തൊഴിലുറപ്പ് കാർഡോ ഒന്നും സ്വീകാര്യമല്ല. ജില്ലാ മജിസ്ട്രേറ്റിന്റെ സ്ഥിര താമസ സർട്ടിഫിക്കറ്റോ ഭൂമി അല്ലെങ്കിൽ വീട് പതിവ് രേഖയോ പാസ്പോർട്ടോ സർക്കാർ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്ററോ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഐഡന്റിറ്റി കാർഡോ തന്നെ വേണം. ആദ്യത്തേതിന്റെ ലക്ഷ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടർമാരെ വ്യാപകമായി ചേർക്കുക എന്നതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന്റെ ലക്ഷ്യം നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കുകയാണ്. രണ്ടിന്റെയും സൂത്രധാരൻ ഇലക്ഷൻ കമ്മീഷൻ തന്നെ. സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒരു ട്രോൾ ഇതായിരുന്നുവെന്ന് തോമസ് ഐസക് പറയുന്നു. തങ്ങൾ NDAയിൽ ചേർന്നു എന്ന കിംവദന്തികളെ ഇലക്ഷൻ കമ്മീഷൻ ശക്തമായി നിഷേധിച്ചു. തങ്ങൾ പുറത്തുനിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്നതേ ഉള്ളൂ എന്ന് വക്താവ് വ്യക്തമാക്കി. എത്ര പരിഹാസ്യമായ നിലയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് തോമസ് ഐസക് പറയുന്നു. ബീഹാറിൽ ഏതാണ്ട് 1 കോടി വോട്ടർമാരെയാണ് SIR നടപടിയിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. ആരൊക്കെയാണ് നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയത്? അത് വെളിപ്പെടുത്താൻ നിയമപരമായ ബാധ്യത തങ്ങൾക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്.
ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞില്ലെങ്കിലും പഴയതും പുതിയതുമായ വോട്ടേഴ്സ് ലിസ്റ്റുകൾ താരതമ്യപ്പെടുത്തി അവയൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ? ഇനി നടപ്പില്ല. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് ശേഷം ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് മാറ്റി സ്കാൻ ചെയ്ത ഹാർഡ് കോപ്പി PDF രൂപത്തിൽ വെബ്സൈറ്റിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് എളുപ്പത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് 2 വോട്ടേഴ്സ് ലിസ്റ്റും തമ്മിൽ താരതമ്യപ്പെടുത്തി മാനുവലായി ചെക്ക് ചെയ്യണം. 40 പേർ മാസങ്ങൾ പണിയെടുത്താണ് കർണാടകയിലെ ഒരു നിയോജക മണ്ഡലത്തിലെ വോട്ട് കൊള്ളയുടെ തെളിവുകൾ ശേഖരിച്ചത് എന്നാണ് റിപ്പോർട്ടെന്ന് തോമസ് ഐസക് എഴുതുന്നു. തെളിവുകൾ ഹാജരാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ഒരു വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ പലവട്ടം വന്നു, അദ്ദേഹം പലവട്ടം വോട്ട് ചെയ്തു എന്നതിൻ്റെ തെളിവ് പ്രതിപക്ഷ നേതാവ് ഹാജരാക്കണമത്രേ. ഹാജരാക്കാൻ കഴിയുന്ന ഏക തെളിവ് CCTV ദൃശ്യങ്ങളാണ്. വിചിത്രമായ ഒരു ഉത്തരവിലൂടെ ഈ CCTV ദൃശ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും ഉയർന്ന തലത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ തട്ടിപ്പാണ് ഇന്ത്യയിൽ 2024 അരങ്ങേറിയത് എന്ന് വ്യക്തമെന്നും ഐസക് പറയുന്നു. കേരളത്തിൽ BJPയുടെ ഏക വിജയമുണ്ടായത് തൃശ്ശൂരിലാണ്. 2019 അപേക്ഷിച്ച് 2024 സംസ്ഥാനത്ത് മൊത്തത്തിലെടുത്താൽ ശരാശരി 79,881 വോട്ടുകളാണ് ഓരോ മണ്ഡലത്തിലും വർദ്ധിച്ചത്. അതേസമയം തൃശ്ശൂരിൽ വോട്ടർമാരുടെ എണ്ണം 1,45,945 വർദ്ധിച്ചു. വർദ്ധിച്ച വോട്ടർമാരിൽ എത്ര പേർ BJPയുടെ കള്ള വോട്ടർമാർ ആയിരുന്നു എന്ന ചോദ്യം ചോദിച്ചാണ് തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് കൃത്യമായി പരിശോധിച്ചാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ കള്ള വഴികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് സാരം. ഇപ്പോൾ തന്നെ പല മാധ്യമങ്ങളും തൃശ്ശൂരിലെ BJP വിജയത്തിൻ്റെ കള്ളികൾ പൊളിക്കുന്നുണ്ട്. പുറത്തെ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ വോട്ട് ചേർത്തതും വീട്ടുടമ അറിയാതെ ചേർത്ത വോട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാം കലങ്ങി തെളിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വോട്ട് ചോരി പോരാട്ടം ഇന്ത്യ സഖ്യം ഒന്നാകെ ഏറ്റെടുക്കുന്നത് നല്ല സൂചനയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതിനും മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് 300 MPമാരാണ്. അതായത് രാജ്യത്തിൻ്റെ 45% വരുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ. അവർ ഉറക്കെ വിളിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. ആ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. ഇനിയും സംഘപരിവാറിന് അടിമപ്പെട്ട് മുന്നോട്ടു പോകാനാണ് ശ്രമമെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് രാജ്യം പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ തുടക്കമാണ് ദില്ലിയിൽ നമ്മൾ കണ്ടത്. പേജ് 10 സ്റ്റോറീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോസ് വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകളിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുക. നന്ദി, നമസ്കാരം.